കൊല്ലം പുനലൂർ നെല്ലിപ്പള്ളിയിൽ കനത്ത മഴയിൽ കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ട്രെയിലർ ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ പിറവന്തൂർ സ്വദേശി ഷിജു തോമസ് ആണ് മരിച്ചത്. നെല്ലിപ്പള്ളി പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. ഏകദേശം 5 മണിയോടുകൂടിയാണ് നല്ല മഴയുണ്ടായിരുന്നു. അന്നേരമാണ് ഈ മതിൽ ഇടിയുന്നത്. ഈ മതിലിടിഞ്ഞ് ഇവിടെ ലോറി പാർക്ക് ചെയ്തേക്കുമായിരുന്നു. ഇവിടെ ഒരു സർവീസ് സ്റ്റേഷനായിരുന്നു. ഒരു 35-40 വർഷം പഴക്കമുള്ളൊരു സർവീസ് സ്റ്റേഷനാണ്. മതിലിടിഞ്ഞ് അതിനകത്ത് വന്ന് തട്ടി ഈ സർവീസ് സ്റ്റേഷൻ ആ ലോറിയുടെ മണ്ടയ്ക്കോട്ട് വീഴുകയും. അന്നേരം ഇതിനകത്ത് അപ്പുറത്തെ ഒരു പയ്യൻ, ഈ പെയിന്ററാണ് അദ്ദേഹം, ഈ വന്മള എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്, സിജോ എന്നാണ് പേര്. അദ്ദേഹം അന്നേരം അവിടെ പെയിന്ററായിരുന്നു. അതിൽ ഇടിയുടെ ഈ ലൈറ്റിനിങ് വന്നുകൊണ്ട് അദ്ദേഹം പേടിച്ച് ഈ ലോറിക്കകത്ത് കയറിയിരുന്നതാണ്. അതിൻ്റെ അടിയിലൊരു ബസ് ഉണ്ടായിരുന്നു, അദ്ദേഹം പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ബസ്, അതും പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. ഒരു സ്കൂട്ടർ നശിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ലോറിയുടെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായിട്ട് തകർന്ന നിലയിലാണ് കാണുന്നത്. ജയശങ്കർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, ഈ മഴയെ ഭയന്ന് ആ ലോറിക്കുള്ളിൽ കയറിയിരുന്നയാളാണ് ഇപ്പോൾ ഈ അപകടത്തിൽ, കോൺക്രീറ്റ് മതിൽ ഇടിഞ്ഞു വീണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ആ സമയത്ത് കനത്ത മഴയായിരുന്നോ ജയശങ്കർ? ഡോക്ടർ അരുൺ, വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ പുനലൂർ നെല്ലിപ്പള്ളിയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് മതിലുണ്ടായിരുന്നു. ഈ മണ്ണിടിയുന്നൊരു സ്ഥലമാണ്. അവിടെ സ്വാഭാവികമായും കോൺക്രീറ്റ് മതിൽ പണിതിരുന്നു. ആ കോൺക്രീറ്റ് മതിൽ ഈ മഴയിലും കാറ്റിലും ഒക്കെ തന്നെ തകരി വീഴുകയും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു സർവീസ് സെൻറ്റർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ആ സർവീസ് സെൻറ്റർ ഈ അപകടത്തിൽ തകരുകയും അങ്ങനെ ആ സർവീസ് സെൻറ്ററിൻ്റെ വാർപ്പുൾപ്പെടെയുള്ള കെട്ടിട അവശിഷ്ടങ്ങൾ ഈ ലോറിയുടെ മുകളിലേക്ക് വീഴുകയുമായിരുന്നു. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ദൃശ്യങ്ങളിൽ. ആ ക്യാബിനുള്ളിലാണ് ആ മരണപ്പെട്ട പെയിൻറ്റിംഗ് തൊഴിലാളി ഈ മഴയൊക്കെ വന്ന സമയത്ത് അഭയം പ്രാപിച്ചത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. ഷിജു തോമസ് 42 വയസ്സുള്ള ആളാണ് മരിക്കുന്നത്. ഈ സർവീസ് സെൻറ്ററിൽ തന്നെ അത്യാവശ്യം പെയിൻറ്റിംഗ് ജോലികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വന്നതായിരുന്നു. അതിനിടയിലാണ് മഴ വന്നത്. അങ്ങനെ മഴ വന്ന് ഈ ടൂറിസ്റ്റ് ലോറി, സർവീസിന് വന്ന ടൂറിസ്റ്റ് ലോറിയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ആ ഉള്ളിൽ കയറിയിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ അപകടം സംഭവിക്കുകയും ആദ്യം ഈ കോൺക്രീറ്റ് ഇടിഞ്ഞു വീഴുകയും പിന്നീട് ഈ കെട്ടിടം തന്നെ തകർന്ന് ഈ ലോറിയുടെ മുകളിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. പിന്നീട് ഫയർഫോഴ്സും പോലീസൊക്കെ എത്തി മണിക്കൂറുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ടൂറിസ്റ്റ് ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് സിജുവിനെ പുറത്തെടുത്തത്. പക്ഷെ അപ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നിലവിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയൊരു അപകടമാണ് ഡോക്ടർ അരുൺ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ഒരു കാലപ്പഴക്കമുള്ള സർവീസ് സെൻറ്റർ ആകെ മൊത്തത്തിൽ ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. അതായത് ഒരു കോൺക്രീറ്റ് മതിൽ ഇടിഞ്ഞു വീഴുന്നു, പിന്നാലെ അതിൻ്റെ ആഘാതത്തിൽ സർവീസ് സെൻറ്റർ ഇടിഞ്ഞു വീഴുന്നു. അങ്ങനെ നമുക്ക് ഈ ഇത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഓണടിയുടെ ശബ്ദം കേൾക്കാം. അതായത് ഈ കെട്ടിടത്തിനുള്ളിൽ ഇപ്പോഴും നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന നമ്മൾ കയറി നിൽക്കുന്നത് പഴയ ഇടിഞ്ഞു വീണ സർവീസ് സെൻറ്ററിന് മുകളിലാണ്. ഈ സർവീസ് സെൻറ്ററിന് താഴെ സർവീസിനായി കൊണ്ടുവന്ന ഒരു സ്കൂൾ ബസ് ഉൾപ്പെടെ ഉണ്ടെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൂടുതൽ വ്യക്തമായിട്ട് കാണാം. ഈ സർവീസ് സെൻറ്റർ പൂർണ്ണമായും ഇടിഞ്ഞ് ഈ ലോറിയുടെ മുകളിലേക്ക് വീണ് വലിയൊരു അപകടമാണ് ഉണ്ടായത്. പൊതുവിൽ ഈ സ്ഥലത്ത് നിരവധി ആളുകൾ ഈ സമയത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നെന്തോ ആളുകളുടെ എണ്ണം കുറഞ്ഞതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞതെന്ന് തന്നെ കുറയാൻ കാരണമായി എന്ന് തന്നെ വേണം കരുതാൻ. അങ്ങനെ വലിയൊരു അപകടം. അതായത് എന്തായാലും ആള് ആ സമയത്ത് അവിടെ ഉണ്ടാവാതിരുന്നത് കൊണ്ട് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. ജയശങ്കറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുനലൂരിലാണ് സംഭവം.